എല്ലാവർക്കും നമസ്കാരം. കണ്ണുകളടച്ച് നട്ടല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ओम शांति शांति शांति। സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ ഗുരുദേവ്. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? വെരി ഗുഡ്. യെസ്. നോക്കട്ടെ എത്ര ആൾക്കാർ. ആദ്യം വന്നവർക്കാണ് ലഡ്ഡു എന്ന് പറയില്ലേ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ ആദ്യം വരുന്ന 10 പേർക്ക് ലഡ്ഡു എന്ന് പറഞ്ഞതുപോലെ ആരൊക്കെ ആദ്യം കയറിയിരുന്നു നോക്കാം. യെസ്, സ്വാഭാവികം. ഈ പരിപാടി തുടങ്ങി വെച്ച ആൾക്കാർ പോലും ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ഈ ആധ്യാത്മികതയുടെ കാര്യത്തിൽ ഇത് വളരെ രഹസ്യ സ്വഭാവമുള്ളൊരു, എന്തെന്ന് വെച്ചാൽ ആർക്കാണ് എപ്പോഴാണ് സമയമാവുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ആരാണ് വീണ്ടും മായയിൽ ചെന്ന് ചാടുക എന്നും ഒരു നിശ്ചയമില്ലാത്തൊരു കാലഘട്ടമാണ് ഈ സമയം. നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ട് നമ്മൾ ഈ പാതയിൽ ചലിച്ചാലും ആ പുണ്യകർമ്മത്തിൻ്റെ ഫലം കഴിയുന്നതിന് മുമ്പ്, എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു വാലിഡിറ്റി ഇല്ലേ? മൊബൈലിൽ റീചാർജ് ചെയ്താൽ 1 മാസം കഴിയുമ്പോൾ അത് കട്ടായി പോവില്ലേ? 1 മാസം കഴിഞ്ഞ്. അതുപോലെ ഏതൊക്കെയോ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഗുരു ലഭിച്ചു, ജ്ഞാനം എല്ലാം ലഭിച്ചെങ്കിലും ആ വാലിഡിറ്റി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമാണെന്ന് മനസ്സിലാക്കി അതിന് മുറുകെ പിടിച്ചോണം. മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ കർമ്മം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് മാറും, നമ്മുടെ സാഹചര്യം മാറും, അങ്ങനെ എല്ലാം മാറും എന്നാണ് പറയുന്നത്. നമുക്ക് നിയോഗം, അങ്ങനെ ഒരു നിയോഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കർമ്മം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിൽക്കും. ഇതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്തിനാണ്? ആത്മീയ പാതയിൽ നിൽക്കാൻ, സഞ്ചരിക്കാൻ, സ്പിരിച്വലായി ഡെവലപ്മെൻ്റ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് വലിയ പരിശ്രമം കൂടാതെ അവിടെ നിൽക്കാൻ പറ്റും. എങ്ങനെയാണ്? ഒരു പരിശ്രമവും ഇല്ലാതെ ആധ്യാത്മിക സാധനകൾ ചെയ്യാനും, ജപം, ധ്യാനം, സേവ ഇതെല്ലാം ചെയ്യാനും പറ്റുന്ന സാഹചര്യമായിരിക്കും. പരിശ്രമം നമുക്ക് കൂടുതലൊന്നും വേണ്ട. അതൊക്കെയാണ് ചില ആൾക്കാരൊക്കെ, ചില വ്യക്തികളൊക്കെ അവർ ജനിക്കുമ്പോൾ തന്നെ നല്ല പണ്ഡിറ്റ്മാർ അവരുടെ കുടുംബത്തിലോ ബ്രാഹ്മിൻ ഫാമിലിയിലൊക്കെ ചില ആൾക്കാർ ജനിക്കും അല്ലേ? അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ അവർ ഈ കുട്ടിക്ക് ബുദ്ധി വയ്ക്കുന്ന മുമ്പ് തന്നെ ഗായത്രിയൊക്കെ പഠിപ്പിക്കും അല്ലേ? എന്താ ഉപനയനമൊക്കെ ചെയ്യിപ്പിച്ച് എങ്ങനെ അതിൽ വരും, ആ കൾച്ചറിൽ തന്നെ വരും. അപ്പോൾ അത് അവരുടെ പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ട്. അപ്പോൾ അതുപോലെ നമുക്കും ചില സമയത്ത് നല്ല സാഹചര്യമായിരിക്കും, ഇതിനോട് താല്പര്യമൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മുടെ മനസ്സ് ഓക്കെ എന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ വാലിഡിറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യും? മനസ്സ് മാറും. എത്ര പരിപാടി ഞാൻ ചെയ്തു, എന്നിട്ട് എൻ്റെ ജീവിതം എന്താ ഇങ്ങനെയെന്ന് തോന്നും. ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ തോന്നും. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്ന 9 തരം തടസ്സങ്ങളുണ്ട് അത്ര നമ്മുടെ ഈ പാതയിൽ വരുന്നത്. അതിലാണ് ഒന്ന് ഈ പ്രോസസ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആള് ഗുരു, ഇയാളുടെയൊക്കെ ആള് പറയണ വെറുതെ പറയായിരിക്കും എന്നൊക്കെ തോന്നും.
അല്ലെങ്കിൽ സ്വയം ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ പല തരങ്ങൾ, മടി, ആലസ്യം, ഏ അങ്ങനെ ഇതെല്ലാം വരും. ഇത് നമുക്കറിയാം, നമുക്ക് തന്നെ അറിയില്ല എവിടെ നിന്നാണ് പണി വരുന്നത് എന്നുള്ളത്. ഇങ്ങനെ വന്ന് ഇതിനൊക്കെ സ്പ്ലിറ്റായി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 9 മണിയാകുമ്പോൾ ആരെങ്കിലും റിലേറ്റീവ്സ് കയറി വരും വീട്ടിൽ. ഇതുവരെ വരാത്ത ഇത്ര കാലം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ, അത് അവരുടെ തെറ്റല്ല കേട്ടോ. അവർ വരുന്നത് നമ്മുടെ തെറ്റല്ല, അവരുടെ തെറ്റുമല്ല. നമ്മളെ ഈ പാതയിൽ നിന്നും വ്യതിചലിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പം ആരാണ് ഇതിൽ പിടിച്ചു നിൽക്കുക എന്ന് ചോദിച്ചാൽ, ആർക്കാണോ ഉള്ളിൽ നിന്നുള്ള ആ മുമുക്ഷത്വം സ്ട്രോങ് ആയിട്ടുള്ളത്, മുക്തി, അല്ലെങ്കിൽ എനിക്ക് ലിബറേഷൻ വേണം, എനിക്ക് സംസാരത്തിലെ ഈ വേദന, ദുഃഖം, ഇതിൽ നിന്നെല്ലാം എനിക്ക് ലിബറേഷൻ വേണമെന്ന് നല്ല സ്ട്രോങ് ഫോഴ്സ് ആരാണോ ഉണ്ടാക്കിയിട്ടുള്ളത്, അവർ നിന്ന് ഇതിൽ ഇതായിട്ട് പോകും. അങ്ങനെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നിന്ന ആൾക്കാർക്ക് അഭിനന്ദനങ്ങൾ. ഇനി അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിൽക്കാൻ ശ്രമിക്കണം എന്നുകൂടെ പറയണം, അല്ലേ? അപ്പം നേരത്തെയൊക്കെ ഒരുപാട് പേര് കയറിയിട്ടുണ്ടെങ്കിലും പല ആളുകളുടെ 41 ദിവസം എന്ന് പറഞ്ഞപ്പോൾ 41 ദിവസം കൃത്യമായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്തു പോയി. 41 ദിവസം, 41 ദിവസത്തെ അവരുടെ പുണ്യകർമ്മം അവരിലുണ്ട്. 41 ദിവസം, 41 ദിവസം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ 41 ദിവസത്തെ അല്ലല്ലോ നമ്മുടെ കർമ്മങ്ങളുള്ളത്. എത്ര ദിവസത്തെ കർമ്മം അറിയോ? എത്ര ജന്മം എടുത്തെന്ന് അറിയോ? ഇല്ല. ഒരു വ്യക്തിയുടെയും നമ്മൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണനാവാൻ എത്ര സമയം എടുക്കുന്നു ഒരിക്കലും അറിയില്ല. ഒരു സദ്ഗുരുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്തു ചെയ്യണം? ഇത് ദിവസവും ചെയ്യണം, നിത്യവും ചെയ്യണം, സമയമുള്ളപ്പൊക്കെ. അതുപോലെ ചിലപ്പോൾ ബോറടിക്കും. അത് നേരത്തെ പറഞ്ഞത് പുണ്യകർമ്മം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ തോന്നും. ചില സമയത്ത് ബോറടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളിൽ എൻഗേജ് ചെയ്യേണ്ട ഒരു അവസരം ജീവിതത്തിൽ വന്ന് ഇടും. നോക്കൂ, എല്ലാ മഹത് വ്യക്തികളുടെയും ഗുരുക്കന്മാരുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആധ്യാത്മിക സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് അവർ വന്നത്. ആരും സുഖമായിട്ട് ഇങ്ങനെ അവരുടെ വായിൽ ആരും കൊണ്ട് ഇങ്ങനെ കോരി കൊടുത്തിട്ട് നിങ്ങൾ കഴിക്കൂ, നിങ്ങളിപ്പോൾ എൻലൈറ്റ് ഉണ്ടാവുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നോക്കുക, അവരൊക്കെ എല്ലാം കഷ്ടപ്പെട്ടവരാണ്. ഗുരുജിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ തന്നെ ഗുരുജിയോട് ഗുരുജിയുടെ അമ്മ ഇഷ്ടം പോലെ പ്രാവശ്യം കല്യാണം കഴിക്കാൻ പറഞ്ഞത്രേ. ഏ ഇതൊന്നും കല്യാണം കഴിക്കുന്നത് ഞാൻ തെറ്റെന്ന് പറയണില്ല, എങ്കിലും ഞാൻ പറയാം. എന്താണ്, കല്യാണം കഴിച്ച് ഈ സന്യാസവും കാര്യങ്ങളും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല, കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ. മനസ്സിലായോ? അപ്പോൾ വേണമെങ്കിൽ ഗുരുജിക്ക് സ്വന്തം, ഗുരുജി എൻലൈറ്റൻഡ് ആണ്, അപ്പം മതി, എനിക്ക് ബാക്കി ഇനി ആൾക്കാരെ ഒന്നും സഹായിക്കേണ്ട ആവശ്യം, ഞാൻ എൻലൈറ്റൻഡ് ആണ്, ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ സ്ക്രീനിൻ്റെ മുമ്പത്ത് വന്ന് ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ഡിപ്രഷനും ടെൻഷനൊക്കെ അടിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കണ്ടാവും. ആണോ അല്ലയോ? ഒരു ഒരു ഗുരുനാഥൻ ജീവിതത്തിൽ വന്നതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളിലൊക്കെ ഇഷ്ടം തോന്നിയത്, അല്ലേ? അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് മരിക്കാൻ നിയോഗിക്കപ്പെട്ട ആൾക്കാരായി നമ്മളും ഉണ്ടാവും, അല്ലേ? ആണോ അല്ലയോ? ഈ ഈ ഈ സുഖം, ആത്മസുഖം, അല്ലെങ്കിൽ എന്താ ഉള്ളിൽ ഉള്ളൊരു ആനന്ദമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവോ? ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കരുണ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കൃപാസാഗര ഗുരുനാഥ എന്നല്ലേ, കൃപാസാഗരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രതിസന്ധികൾ പല രൂപത്തിൽ പല ഭാവത്തിൽ വരും. ഇതിനെല്ലാം വരുമ്പോഴും നമുക്ക് ടോപ്പ് പ്രയോറിറ്റി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? യെസ്, അവിടെ എനിക്ക് വിജയമുണ്ടാവും എന്ന്. അതുകൊണ്ടല്ലേ ഗുരുജി പറഞ്ഞു 7 ദിവസത്തെ 6 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും സേവ ചെയ്യേണ്ട, സാധന ചെയ്യേണ്ട എന്ന് പറയാലോ, അല്ലേ? അതോടെ നിർത്തിയാൽ പോരെ, പിന്നെന്തിനാ വീണ്ടും ചെയ്യും? യെസ്, മനസ്സ് വളരെ സൂത്രശാലിയാണ്. എങ്ങനെ ഇതിന്ന് എപ്പോഴാണ് ഈ സാധനം, അടുത്ത സാധനം എടുത്ത് തലയിൽ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കും. നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, നാട്ടിലൊരു ആരെങ്കിലും ഒളിച്ചോടിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ആത്മീയതയേക്കാൾ താല്പര്യം അതറിയാനാണ്. ആണോ അല്ലയോ?
ഉള്ളത് പറയണം. ആത്മജ്ഞാനികളെ പോലെ സംസാരിക്കരുത്, ഉള്ളത് പറയണം. ഓക്കെ. യെസ്, അതാണ്. ഇത് എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൽ അത് ആരായിരിക്കും അല്ലേ എന്ന് പറയും. ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. ഗുരുക്കന്മാർ പറഞ്ഞു പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം. അത് ജീവിതമാണ്, ലോകമാണ്, ലോകത്തിൻ്റെ സ്വഭാവമാണ്, കലിയുഗമാണെന്നൊക്കെ നമ്മൾ മനസ്സിൽ പറഞ്ഞാലും ഉള്ളിൽ പൂച്ച പുറത്ത് ചാടുന്ന പറഞ്ഞ പോലെ ഉള്ളിൽ നിന്ന് ആ സാധനം പറയും. എന്നാലും അത് ആരായിരിക്കും അല്ലേ? നമുക്കറിയണ വല്ലവരും ആയിരിക്കുമോ? ഇത് മനസ്സിൻ്റെ സ്വഭാവം. മനസ്സിന് ഇഷ്ടം നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു. ഇതുപോലെ നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളൊന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സ് അന്വേഷിച്ച് കണ്ടെത്തി തന്നോളും. മനസ്സിലാവുന്നുണ്ടോ? ഇത് തേടിയെത്തും. നമ്മളിവിടെ വെറുതെ ഇരുന്നാൽ മതി. ഈ സാധനം പോയി എല്ലാ അവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാ ചപ്പുചവറുകളും കൊണ്ട് തലയിൽ വയ്ക്കും. അപ്പോൾ ഇത് വളരെ ചലഞ്ചിങ് ആയ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മസ്തിഷ്കത്തിൻ്റെ സർജറിയാണ് ഈ ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും അതിന് ക്ലിയർ ചെയ്തിരിക്കണം. ഇദ്ദേഹം പറഞ്ഞു, ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തിൽ അടുത്ത വരികളിൽ പറയണത്, കുറച്ചെങ്കിലും ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത എന്ന് പറഞ്ഞത് ഏറ്റവും ഉത്തമമായത് അല്ലേ, വേദങ്ങളുടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഉള്ളത് അത് പഠിച്ചിട്ടുണ്ടോ? കുറച്ചെങ്കിലും ഗംഗയിൽ സ്നാനം ചെയ്ത ആളാണോ? ഇതൊക്കെ പറയണത് എന്ത് വെച്ചാൽ, ഗംഗയിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ സംഭവം പോവോ, പാപം പോവോ എന്ന് ചോദിച്ചാൽ, ഗംഗയിൽ പോയി കുളിക്കണമെന്ന ആഗ്രഹം വന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട്, ദുരിതമുണ്ട്, ഇതിൽ നിന്ന് എനിക്ക് മുക്തി വേണമെന്ന ആഗ്രഹമുണ്ട്. മുമുക്ഷത്വമാണ്. ഭഗവത്ഗീത എടുത്ത് വായിക്കുകയാണെങ്കിൽ, വേദങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഇതൊക്കെ മുമുക്ഷുവിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളിൽ ആഗ്രഹം വന്ന ആളാണ്. അറിഞ്ഞോ അറിയാതെ ഈ സാധനം എടുത്ത് വായിക്കാൻ ഒരു നിയോഗം അവരുടെ ജീവിതത്തിൽ ഉണ്ടായോ? ഭഗവാനെ ആരാധിച്ച ആൾക്കാർ, മുരാരി, ഭഗവത് നാമം ജപിക്കാൻ മനസ്സുണ്ടായോ? ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതൊക്കെ പിന്നീട് ജപിക്കാമെന്ന്, ഇനിയും കാലം എത്ര കിടക്കണു, ഇത് എൻ്റെ പ്രായത്തിലൊക്കെ ജപിക്കണോ? ഒന്നും വേണ്ട. പിന്നീടും ഇങ്ങനെ വയ്യാതായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ, ഇനി എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കിടപ്പ് രോഗിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് ജപിച്ചാൽ പോരെ? രാമ 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 പാഹിമ എന്ന് പറഞ്ഞിട്ടിരുന്നാൽ പോരെ എന്നൊക്കെ മനസ്സ് പറയും. അപ്പോഴും ഈ നല്ല ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുമ്പോഴും എല്ലാം വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാ അവസരങ്ങളും ആഗ്രഹങ്ങളും അതിനുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സ് ആത്മീയമായ കാര്യത്തിലേക്ക് വരാൻ നമ്മൾ പ്രയത്നം എടുത്തോ? മുമുക്ഷത്വം. അങ്ങനെയുള്ള ആളോട് യമനൊന്നും പറയാനില്ല, തർക്കത്തിന് നിൽക്കില്ല എന്ന് പറയും. യമധർമ്മരാജൻ അദ്ദേഹം ആരാ? ആ, നമ്മളെ കൊണ്ടുപോകണ ആളല്ലേ? ആണോ അല്ലയോ? ഇഷ്ടമുണ്ടോ യമനോട്? യമനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടല്ലേ? ഓ പിന്നെ ഉണ്ടത്രേ. പേടിക്കും. ആഗ്രഹിച്ച സോ അതായത് യമൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൃത്യുവിൻ്റെ രാജൻ, ദേവനാണ്, മൃത്യുദേവൻ. അത് തന്നെയാണ് ഗുരു എന്നുകൂടെ പറയണം. നോക്കൂ, മൃത്യുവേ നമഃ എന്ന് വെച്ചാൽ സത്യം അതാണ്. മൃത്യു എന്നത് മാത്രം വലിയ സത്യമാണ്. അത് സംഭവിക്കും. അത് ഇനി ആരെവിടെ പോയി ഒളിഞ്ഞിരുന്നാലും, ഏതോ സിനിമയിൽ മോഹൻലാൽ പറയില്ലേ, നക്ഷത്രങ്ങൾക്കിടയിൽ ചെന്ന് കൂടുകൂട്ടിയാലും ഞാൻ വന്നവിടെ കണ്ടെത്തുന്നു, പിടിച്ചിട്ട് പോകുന്നു പറഞ്ഞല്ലേ, ഏതോ സിനിമയിലല്ലേ? ഇതുപോലെ എന്താണ്, എത്ര പ്രശസ്തനാണെങ്കിലും ഇനി ആത്മജ്ഞാനിയാണെങ്കിൽ പോലും ആൾക്ക് മൃത്യു ഉണ്ട്. എന്തിന്? ശരീരത്തിന്. ആർക്ക്? ശരീരത്തിന്. ശരീരം പഞ്ചഭൂതങ്ങളാൽ ഇത് പോകും. അപ്പോൾ അത് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ഈ സത്യം അറിഞ്ഞ ആളാരാണ്? ഈ സത്യം അറിഞ്ഞ് സാക്ഷാത്കാരം നേടിയ ആളാരാന്ന് വെച്ചാൽ, ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഓർമ്മയല്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ ചൈതന്യമാണ്. ആത്മസാക്ഷാത്കാരം നേടി എനിക്ക് ജനനവും ഇല്ല മരണവും ഇല്ല എന്ന അവസ്ഥയിലുള്ള ആളോട് ആര് പോയിട്ട് ശരീരം എടുക്കാൻ ആളോട്? യമൻ അവിടെ നമുക്ക് ഡ്യൂട്ടി ഇല്ല.
ബ്രഹ്മദേവനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റോളില്ല, മറ്റാൾക്കും റോളില്ല. ആർക്ക്? അതായത് ജനനം തന്ന ആൾക്കും ഇനി മരണം തരുന്ന ആൾക്കും ഡ്യൂട്ടിയില്ല. എന്ന് വെച്ചാൽ ജനന മരണ ചക്രത്തിനും അപ്പുറത്ത് അദ്ദേഹത്തിന് സാധ്യതകളുണ്ട്. ആർക്ക്? ഈ പറഞ്ഞ കാര്യങ്ങൾ, സത്സംഗം, ഗീതാപാരായണം, ഗംഗാ സ്നാനം, ഭജൻ, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പൊ ചെറിയ കാര്യമൊന്നുമല്ല ഇത്. ശരിക്കും പറയും, ഇത് സുഖമുള്ള പരിപാടിയാണോ? ആത്മീയമായ കാര്യങ്ങൾ ചെയ്യല് സുഖമുള്ള പരിപാടിയാണോ? ആ, സത്യം ഇല്ല. നാട്ടിലൊരു ഓർക്കസ്ട്ര ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സ് അവിടെ ആയിരിക്കും. നല്ല പാട്ട് പഴയ കാലത്ത്, നല്ല, അല്ലെങ്കിൽ പഴയ ആൾക്കാരാണ് പഴയ ഹിറ്റ് സോങ് ഒക്കെ ഒന്ന് പാടിക്കഴിഞ്ഞാൽ മനസ്സ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആടും. ഇങ്ങനെ നമ്മൾ ഡാൻസ് കേട്ട് എന്ത് സുഖം. അപ്പോൾ അതുപോലെ ഏതെങ്കിലും സ്വാമിജിമാർ യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വിയിൽ പ്രഭാഷണം ഉണ്ടെങ്കിൽ ശരിയാണ്, ശരി, നല്ലതാണ്, നല്ലതാണ്, എന്നാലും ചെവി എവിടെയാ ഇങ്ങോട്ട് പോകും. ഇതാണ് സത്യം. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയുള്ള സമയത്തും എങ്ങനെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സമയമാണ് ഈ ഈ ഈ കാലഘട്ടം. എന്ന് വെച്ചാൽ വേറെ എവിടെയും പോകണ്ട, നമുക്ക് എന്തിനാണ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സമയം ചെലവിടാൻ, സമയം നേരം പോക്കിന് എവിടെയും പോകണ്ട. കയ്യിലുള്ള മെഷീൻ എടുത്ത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിലെല്ലാം ഉണ്ട്, അല്ലേ? എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. എത്ര നേരമാണ് ഒരു മൊബൈലിൽ എടുത്തു കഴിഞ്ഞാൽ സമയം പോണത്? സമയം പോകണമെന്ന് വെച്ചാൽ ആയുസ് കുറവായിക്കൊണ്ടിരിക്കുകയാണ്, അറിയണില്ല. അതായത് സമയം കളയണം, സമയം, നേരം പോക്ക് എന്ന് പറയുന്ന ഒരു ഒരു ചൊല്ലില്ലേ, നേരം പോക്ക് എന്ന് വെച്ചാൽ മരണത്തിലേക്കുള്ള പോക്കാണ് എന്നുകൂടെ ഓർമ്മ വേണം. ഈ നേരം കളയാൻ ഞാൻ എവിടെയെങ്കിലും പോയിരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം കളയാൻ പോയിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ എന്തിനാണ് നേരം പോക്കിന് നമ്മൾ എന്ത് ചെയ്യും? സമയം പോകാൻ എന്ത് ചെയ്യും? മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് സമയം കളയും. നമുക്ക് പോലും അറിയണില്ല ഒരു ദിവസം നമ്മുടെ സമയം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് തട്ടിപ്പോകും എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് അത്രയും ഡിഫിക്കൾട്ടായിട്ടുള്ള സമയത്തിൽ, പ്രതിസന്ധിയിൽ ആരാണോ ഈ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരുന്നത്, അതിന് തയ്യാറായിട്ടുള്ളത്, അത് പ്രവർത്തിക്കുന്നത്, അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്നവരാണ്. പ്രപഞ്ചത്തിൽ നിന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ നാഥൻ എന്ന് പറയുന്ന ആൾ ആരാണോ അയാളിൽ നിന്ന്. ഈ സകല സൃഷ്ടിയും എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ ആത്മീയത ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആത്മീയ തലത്തിൽ ഉയർന്ന ഒരു വ്യക്തി വളരെ നല്ല വ്യക്തിയായിരിക്കും. എന്ന് വെച്ചാൽ അയാളുടെ സ്വഭാവത്തിൽ ശുദ്ധി വരുമോ അല്ലയോ? വരണം. സ്നേഹം, ദയ, കരുണ എന്ന് പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആളുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെയാണ് ജീവിതം അദ്ദേഹത്തിന് വളരെ സുഖപ്രദമായ ജീവിതമാവുക. സന്തോഷിക്കാൻ ഒരു കാരണവും വേണ്ട എന്ന് പറയില്ലേ? സൈക്കിൾ പ്യൂർ അഗർഭക്തികൾ, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ? പക്ഷെ സന്തോഷിക്കാൻ ഒരു കാരണവും വേണ്ട. ആ അവസ്ഥയിലേക്ക് എത്താൻ എന്ത് സഹായിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ആരുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കണം? ആളുടെ ജീവിതം, ഈ പ്രസന്റ്, ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം വളരെ മനോഹരമായിരിക്കും. ഇനി അദ്ദേഹത്തിന് മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. എന്ന് വെച്ചാൽ മരണവും ജനനവും കഴിഞ്ഞുള്ള അതിനും അപ്പുറത്തുള്ള ജനന മരണ ചക്രത്തിനപ്പുറത്ത് അദ്ദേഹത്തെ ആരുയർത്തുന്നു? യെസ്, ആരാണോ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ വ്യക്തി, ആ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ, അത് പല രൂപഭാവങ്ങളിലൊക്കെ ഉണ്ടാവും. ഇനി ഒരാളെ പറഞ്ഞിട്ട് മറ്റാൾക്ക് ദേഷ്യം വേണ്ട, അല്ലേ? പറയും ഞാൻ ഇഷ്ടപ്പെടുന്ന ദൈവം അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും ആവട്ടെ, എല്ലാം ഒന്ന് തന്നെ. യെസ്. അപ്പോൾ ജപം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഉള്ളിൽ ഇവിടെ ഫീൽ ചെയ്യണം, ഈ ഹൃദയം, ഈ ഭാഗത്ത്
ഫീൽ ചെയ്തുകൊണ്ട്. യെസ്, ഓം നമ ശിവായ. കുറച്ചൊക്കെ മനസ്സ് അങ്ങോട്ട് പോകും. ഓം നമ ശിവായ എങ്ങനെ ജപം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കണ്ണ് തുറക്കാൻ പോകും. ഇത് കണ്ണ് തുറക്കാൻ തോന്നും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ പഞ്ചേന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകും മനസ്സ്. വേറെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ചെവി അങ്ങോട്ട് പോകും, എന്താണ് ഇയാൾ പറയുന്നത്, നമ്മളെക്കുറിച്ചാണ് എന്നൊക്കെ തോന്നും. അല്ലെങ്കിൽ നല്ല ഇപ്പോൾ 9 മണി കഴിഞ്ഞു അല്ലേ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ചില ആൾക്കാരാണെങ്കിൽ വീട്ടിൽ നല്ല നെയ് ദോശയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ജപം ചെയ്യുമ്പോൾ ഓം നമഃ ശിവായ എന്നൊക്കെ മനസ്സങ്ങോട്ട് പോകും. ഇതൊക്കെ സംഭവിക്കും, സഹജമാണ്, സ്വാഭാവികമാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഈ പുറത്ത് പോകണ ചാടിപ്പോണ തവളയെ പിടിച്ച് എണ്ണം വെക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചാടിപ്പോണ മനസ്സിനെ, ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ ചാടിപ്പോണ മനസ്സിനെ വീണ്ടും ജപത്തിലൂടെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് വെച്ച് ഒരു ദിവസം ഇതിന് ചാടാൻ പോലും താല്പര്യമില്ലാത്ത അവസ്ഥ വരും. നിശ്ചല തത്വം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിശ്ചല തത്വത്തിലേക്കത് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജപം ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, കുറേ പേര് ജപം ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് വളരെ നല്ലത്. നളിനി ആൻറ്റി 10,008 ചെയ്തിരിക്കുക. ഓ കൊള്ളാം, വളരെ നല്ലത്. ഞാൻ കണ്ടു, ഗ്രൂപ്പിൽ നോക്കുന്നുണ്ട് കേട്ടോ, ആരൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന അവരുടെ ലൈക്ക് അടിച്ചു. വെരി ഗുഡ്, ചെയ്യണം കേട്ടോ. ഇനി കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല, കയ്യിൽ ചാൻറ്റിങ് ഡിവൈസ് ഇല്ലെങ്കിലും നിങ്ങളിങ്ങനെ ജപിച്ചുകൊണ്ട് തന്നെ ഇരിക്കൂ. അതിന് സമയവും കാലവും എവിടെ വേണമെങ്കിലും, ജപം മാത്രം എപ്പോഴും ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക സമയമോ സാഹചര്യമോ ഒന്നും ആവശ്യമില്ല, ക്വാളിറ്റിയോ ഒന്നും ആവശ്യമില്ല. ഇനി കുളിക്കാൻ പറ്റിയില്ല, ഭഗവാൻ ഇന്ന് രാവിലെ എനിക്ക് കുളിച്ചില്ല, ജപം ചെയ്ത ഭഗവാൻ എന്തെങ്കിലും, അങ്ങനെ ഒന്നുമില്ല. ജപത്തിന് മാത്രം കേട്ടോ, ജപത്തിന് മാത്രം ജപിക്കുക. അപ്പോൾ ജപം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഉറങ്ങാൻ കിടന്നു, ഉറക്കം വരുന്നില്ല, എന്താ ചെയ്യുക, ശരി ജപിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ. ടിങ്, ഉറങ്ങി. സ്വപ്നത്തിൽ ഞെട്ടി എണീറ്റു, വീണ്ടും ഉറക്കം വരുന്നില്ല അല്ലേ, ഉറക്കം പോയി, എന്ത് ചെയ്യും, വേഗം ഫോൺ എടുത്ത് കുത്തും, ആ സാധനം അവിടെ വെച്ചിട്ട് ജപിക്കുക. അത് എടുക്കാതെ ഓം നമ ശിവായ, ഓം നമ ശിവായ. അങ്ങനെ ജപം ചെയ്ത് അനുനിമിഷം ജപം ചെയ്ത് ഈശ്വരനാമം വീണ്ടും വീണ്ടും ജപിക്കണ ആളെ രക്ഷിക്കും ആര്? ഈശ്വരൻ. ഓക്കെ, ശരി. ഓക്കെ, അപ്പം കണ്ണുകൾ അടച്ച് നട്ടല് നിവർത്തി വെച്ചിരിക്കാം, മുഖത്തൊരു പുഞ്ചിരിയോടെ ഇരിക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ,
Om Namah Shivaya. 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 Om Nam
ॐ नमः शिवाय
ॐ नमः शिवाय। 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 കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാവുന്നതാണ്.
സാവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തുവിടാം. കായേന വാചാ മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നതാണ്. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്.